ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന വിഷയം, സത്യത്തിൽ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒരു 40 വയസ്സിന് ശേഷമുള്ള എല്ലാ സ്ത്രീകളും കണ്ടിരിക്കേണ്ട, അതായത് അമ്മമാരും കണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അമ്മമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ജസ്റ്റ് ഈ വീഡിയോ നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഹസ്ബൻഡിനോടൊപ്പം ഇരുന്നിട്ട് ഈ വീഡിയോ കാണാൻ പറ്റുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ കൂടിയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട്, അതായത് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കുന്നത് ഏകദേശം 95% സ്ത്രീകളും അനുഭവിക്കുന്ന ആർത്തവ വിരാമ സമയത്ത് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ്. അതായത് ആർത്തവ വിരാമം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപുള്ള സമയത്തും അതുപോലെ തന്നെ ആർത്തവ വിരാമം ആയതിന് ശേഷവും സ്ത്രീകളുടെ ശരീരത്തിൽ ഒട്ടനവധി ചെറിയ ചെറിയ ചേഞ്ചസുകൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ ചേഞ്ചസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതിനുശേഷം അവർക്കുണ്ടാവുന്ന ചില മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും അതുപോലെ തന്നെ ശരീരത്തിലേക്ക് കാൽസ്യത്തിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ കുറയുന്നതും ശരീരം വേദന മുതലായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങളും എല്ലുകൾക്കുണ്ടാവുന്ന തേയ്മാനം മുതലായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയുടെ പ്രധാന ഭാഗത്തിലേക്ക് വരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള എന്താണ്, ഇപ്പോൾ ഈ ഒരു രീതിയിൽ ആർത്തവ വിരാമത്തോട് അടുക്കുകയോ ഇല്ലെങ്കിൽ ആർത്തവ വിരാമം ആയതിനു ശേഷമോ നമ്മുടെ ഒരു 45-നും 48 വയസ്സിനും ഇടയിലായിരിക്കും നമുക്ക് ഈ ഒരു രീതിയിലുള്ള ചേഞ്ചസ് വരുന്നത്. ചിലരെ സംബന്ധിച്ച് ആർത്തവ വിരാമം ഉണ്ടാകുമ്പോൾ ഒരു 3 മാസം പീരീഡ്സ് കാണില്ല, അതിനുശേഷം വീണ്ടും ചെറുതായിട്ട് സ്പോട്ടിങ് പോലെ ബ്ലീഡിങ് പോലെ കാണും, അതിനുശേഷം വീണ്ടും കുറേ നാളത്തേക്ക് കാണില്ല. അങ്ങനെ ഏകദേശം ഒരു 1 മുതൽ 1.5 വർഷത്തിനകത്ത് പീരീഡ്സ് പൂർണ്ണമായിട്ടും നിൽക്കുന്ന ഒരു രീതിയിലായിരിക്കും എപ്പോഴും നമുക്ക് ഈ പറയുന്ന ആർത്തവ വിരാമം ഇല്ലെങ്കിൽ മെനോപോസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് നമ്മുടെ ബോഡിയിലേക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്നത് അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ടെൻഷൻ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ അമിതമായിട്ട് ശരീരം വിയർക്കുന്നത് പോലെ തോന്നുക, ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് വിഷമം തോന്നുക, ദേഷ്യം വരിക, പെട്ടെന്ന് പണ്ടത്തെക്കാളും കൂടുതലായിട്ട് നമ്മൾ ആ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് പോലെ കാണും. പക്ഷേ ഇത് വീട്ടിലുള്ള ആരും തിരിച്ചറിയുന്നില്ല. അവരും അതുപോലെ റിയാക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങൾ വരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിക്കുകയും കണ്ണ് നിറയുകയും കരയുകയും ചെയ്യുന്ന പോലെയും എപ്പോഴും നമ്മൾ ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള മാനസികാവസ്ഥയിലും വീട്ടിലുള്ള ജോലികളൊക്കെ പണ്ട് നല്ല രീതിയിൽ നമ്മൾ ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു മടി പോലെ തോന്നുകയും ഒക്കെ ചെയ്ത് നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തെ പൂർണ്ണമായിട്ടും താളം തെറ്റിക്കുന്ന ഒരു രീതിയിലേക്ക് പലപ്പോഴും മെനോപോസ് ആവുന്ന ആ ഒരു സമയത്ത് സ്ത്രീകളുടെ മാനസികമായിട്ടുള്ള നിലയെ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അപ്പോൾ ഈ ഈസ്ട്രോജൻ ശരീരത്തിൽ പ്രൊഡക്ഷൻ നടത്തുന്നത് സ്ത്രീകളുടെ ഓവറിയിൽ നിന്നും അതുപോലെ തന്നെ അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്നുമാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രൊഡക്ഷൻ നടക്കുന്നത് കൃത്യമായിട്ടുള്ള അണ്ഡാശയത്തിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഓവം പ്രോപ്പറായിട്ട് സെക്രീറ്റ് ചെയ്യുന്നതും ഇൻ ഫ്യൂച്ചർ അവിടെ ഒരു കോൺസെപ്ഷൻ നടക്കുകയാണെങ്കിൽ ഒരു എംബ്രിയോ അല്ലെങ്കിൽ ഒരു കുട്ടി വളരുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ത്രീകളുടെ ഒട്ടനവധി ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ നിലനിർത്തുന്നതിന്, അതായത് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനൊക്കെ ഈസ്ട്രോജൻ ഹോർമോൺ വളരെയേറെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്നും ഒരു പാർട്ടായിട്ട് നമുക്ക് ഈ പറയുന്ന ഈസ്ട്രോജൻ ഹോർമോൺ കിട്ടും. പക്ഷേ എക്സസ് ആയിട്ട് പ്രോട്ടീൻ കണ്ടന്റ് നമ്മുടെ ശരീരത്തിലേക്ക് വരികയും ഫാറ്റ് കണ്ടന്റിൻ്റെ അളവ് കൂടുകയും ചെയ്താൽ അഡ്രീനൽ ഗ്ലാൻഡിന് ഒരു പക്ഷേ ഇത് പ്രൊഡക്ഷൻ നടത്താനുള്ള ഒരു ശേഷിയിൽ കുറവ് വരും. ഇപ്പോൾ നമ്മൾ ഈസ്ട്രോജൻ ഓവറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തത് മെനോപോസ് ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്താലും അഡ്രീനൽ ഗ്ലാൻഡിന് ഇതിനെ സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ പ്രോട്ടീനും ഫാറ്റൊക്കെ കൂടിയാൽ ഒരു പക്ഷേ അഡ്രീനൽ ഗ്ലാൻഡിനും ഇത് സപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിലാണ് വരുന്നത്. ഇനി ഈ പറയുന്ന ഈസ്ട്രോജൻ ഹോർമോൺ സ്ത്രീകളുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് ഇപ്പോൾ കൂടി, അതായത് നോർമലായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒന്ന് അവരുടെ ബുദ്ധി വികാസത്തിന് അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ ഫങ്ഷൻ ഇമ്പൾസ് കറക്റ്റായിട്ട് പോകുന്നതിന് മുതലായിട്ടുള്ള കാര്യങ്ങൾക്കും ടെൻഷൻ, ആൻസൈറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുന്നതിനും ശരീരത്തിൽ അമിതമായിട്ട് ഫാറ്റ് കണ്ടന്റ് അടിയുന്നതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ അവരുടെ യൂട്രസിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ് നടക്കുക, അതുപോലെ തന്നെ
അണ്ടവിസർജനം പ്രോപ്പറായിട്ട് നടക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്കും അവരുടെ ലൈംഗികപരമായ താല്പര്യത്തെ നിലനിർത്തുന്നതിനും ഇത്തരം കാര്യങ്ങളിലൂടെ അവർക്കൊരു വിമുഖത തോന്നാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് ഈസ്ട്രോജൻ ഹോർമോൺ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇൻസുലിൻ മെറ്റബോളിസം പ്രോപ്പറായിട്ട് നിർത്തുന്നതിനും അമിതവണ്ണത്തെ ചെറുത്ത് നിർത്തുന്നതിനും ലിവറിൻ്റെയും കിഡ്നിയുടെയും ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കുന്നതിനും ഒക്കെ ഈ പറയുന്ന ഈസ്ട്രോജൻ ഹോർമോൺ വളരെയേറെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ബോൺ ഡെൻസിറ്റി, അതായത് കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും അബ്സോർപ്ഷൻ പ്രോപ്പർ ആക്കിക്കൊണ്ട് നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും അതുപോലെ തന്നെ തേയ്മാനം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് ഈ പറയുന്ന ഈസ്ട്രോജൻ ഹോർമോൺ ഇതിൻ്റെ മെറ്റബോളിസം പ്രോപ്പറായിട്ട് നിർത്താനും അബ്സോർപ്ഷൻ ലെവൽ കറക്റ്റായിട്ട് നിർത്തുന്നതിനും അതുപോലെ തന്നെ ആൻസൈറ്റി, ടെൻഷൻ, ഡിപ്രഷൻ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതിനും ഒക്കെ സഹായിക്കും. ഇനി ഇതിൻ്റെ അതായത് നമ്മുടെ മെനോപോസ് ആയി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഈസ്ട്രോജൻ ഹോർമോൺ കുറയാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെയും അതുപോലെ തന്നെ ഫോസ്ഫറസിൻ്റെയും അബ്സോർപ്ഷനിൽ നമുക്ക് നേരിയ കുറവ് വരും. അപ്പോൾ ഗ്രാജുവലി ഇത് കുറയുമ്പോൾ ആദ്യം നമുക്ക് നോർമൽ ഡെൻസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഓസ്റ്റിയോപീനിയ, അതായത് ഈ പറയുന്ന ബോൺ മിനറൽ ഡെൻസിറ്റി കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് നമ്മൾ ഓസ്റ്റിയോപീനിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഓസ്റ്റിയോപോറോസിസ്, അതായത് നമുക്ക് ഇതിൻ്റെ ഡെൻസിറ്റി നല്ല രീതിയിൽ കുറയുന്നു. സിവിയർ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് 4ാമത്തെ സ്റ്റേജിലേക്കും ഇത് വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ പ്രോപ്പർ ആണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാൽസ്യം ചെക്ക് ചെയ്ത് നോക്കുകയും അതുപോലെ തന്നെ വൈറ്റമിൻ D3 നമ്മുടെ ശരീരത്തിൽ കുറവുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് നോക്കണം. അപ്പോൾ വൈറ്റമിൻ D3 കുറവുണ്ടെങ്കിലും നമുക്ക് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ്റെ അകത്തൊരു ചെറിയ വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണോ കാരണം എന്നുള്ളത് കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈസ്ട്രോജൻ ഹോർമോൺ യൂട്രൈൻ ഇൻഫെക്ഷൻസിനെ കുറയ്ക്കുന്നതിനും ലൂക്കോറിയ പോലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിനെ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ വരാതിരിക്കുന്നതിനും ആ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ഒക്കെ നല്ല രീതിയിൽ ഇത് സഹായിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന രീതിയിലാണ് ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ ഒരു ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈസ്ട്രോജൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന തേയ്മാനവും ഓസ്റ്റിയോപോറോസിസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് പ്രോപ്പറായിട്ട് ഈ സമയത്ത് നമ്മൾ എക്സർസൈസ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കതിന് തോന്നിയില്ലെങ്കിലും വ്യായാമം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. അതുപോലെ തന്നെ നമ്മൾ യോഗ പോലുള്ള സ്ട്രെച്ചിങ് എക്സർസൈസുകൾ ഈ ഒരു സമയത്ത് നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് നമ്മൾ ഓരോ ദിവസവും മാനേജ് ചെയ്ത് കൃത്യമായിട്ടുള്ള ആഹാരത്തിലൂടെ അല്ലെങ്കിൽ ആഹാര ക്രമീകരണത്തിലൂടെ നമുക്ക് ഈ പറയുന്ന ചുട്ടുനീറ്റൽ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറച്ചെടുക്കാനും സാധിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളത്. പിന്നീട് നമ്മൾ അറിയാനുള്ളത് എന്തൊക്കെ ആഹാരങ്ങൾ കഴിച്ചാലാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ ഒരു രീതിയിൽ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ഈ പറയുന്ന മൂഡ് സ്വിങ്സ് ഒക്കെ മാറ്റിയെടുക്കാനൊക്കെ സഹായിക്കുന്നത് എന്നുള്ള ആഹാരങ്ങളിലേക്ക് വരാം. അപ്പോൾ ആ ആഹാരങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ദിവസവും ഒരു ഗ്ലാസ് പാലോ അല്ലെങ്കിൽ പാലിന് തുല്യമായിട്ടുള്ള പാൽ ഉൽപ്പന്നങ്ങളോ കഴിക്കുന്നതും തൈര്, യോഗർട്ട് മുതലായിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ ഇതൊരു പ്രോബയോട്ടിക് ഫുഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ മോർട്ടിലിറ്റി ആശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും നമ്മുടെ ഈ പറയുന്ന കുടലിലൊക്കെ എന്തെങ്കിലും മാലിന്യങ്ങൾ അടിയാതിരിക്കാനും മലശോധന പ്രോപ്പർ ആകാനും വളരെയേറെ സഹായിക്കും. അതായത് ദഹന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഈ ഒരു സമയത്തുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കുന്നതിന് ഇത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദിവസവും ഒരു നേരമെങ്കിലും കുറച്ച് നട്ട്സ്, അതായത് 2-3 കാഷ്യൂ നട്ട്, 2-3 ബദാം, പിസ്ത അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ദിവസവും നമ്മൾ ഒരു നേരം ചെറുതായിട്ടൊന്ന് കുറിക്കുന്ന ഒരു രീതി നമ്മൾ കൊണ്ടുവരുന്നത് എപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും അതുപോലെ തന്നെ മിനറൽസും ബോഡിയിലേക്ക് കിട്ടുന്നതിനും ഈസ്ട്രോജൻ, അതായത് ഫൈറ്റോ ഈസ്ട്രോജൻ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നിലനിർത്തുന്നതിനും നല്ല രീതിയിൽ സഹായിക്കും. അതുപോലെ തന്നെ മത്സ്യങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ കടൽ മത്സ്യങ്ങൾ കഴിക്കുക. അതിൽ തന്നെ മത്തി, അയല, ചൂര മുതലായിട്ടുള്ള മീനുകളും കൊഞ്ച്, കണവ, ഞണ്ട്, കക്ക മുതലായിട്ടുള്ള മീനുകൾ നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടാനും അതുപോലെ തന്നെ ഈസ്ട്രോജൻ ഹോർമോൺ പ്രൊഡക്ഷൻ അഡ്രീനൽ ഗ്ലാൻഡിൽ റെഗുലേറ്റ് ചെയ്യാനും ഇത് നല്ല രീതിയിൽ സഹായിക്കും. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫ്ലാക്സ് സീഡ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 1.5 ടീസ്പൂൺ വരെ കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഈ പറയുന്ന
നമ്മുടെ ഫ്ലാക്സ് സീഡ് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഡോസ് പതുക്കെ കൂട്ടി കൊണ്ടുവന്നിട്ട് 1.5 ടീസ്പൂണൊക്കെ എത്തുമ്പോൾ നിർത്തുക. ആ ഒരു അളവിലേക്ക് നമുക്ക് പതിവായിട്ട് ഫ്ലാക്സ് സീഡുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. omega-3 നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫിഷ് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ മീനെണ്ണ ഗുളിക അല്ലെങ്കിൽ മത്തി പോലുള്ള മീനുകളൊക്കെ നമുക്ക് ഈ സമയത്ത് കഴിക്കാം. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നമ്മൾ നല്ല രീതിയിൽ കഴിക്കുകയാണെങ്കിൽ നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഫൈറ്റോ ഈസ്ട്രോജൻ വർദ്ധിപ്പിക്കുന്നതിനും നല്ല രീതിയിൽ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഫൈറ്റോ ഈസ്ട്രോജന്റെ ഏറ്റവും മികച്ച ഒരു സോഴ്സ് എന്ന് പറയുന്നത് സോയാബീനും അതുപോലെ തന്നെ സോയ ഓയിലും നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് സോയയുടെ പ്രോഡക്ട്സ് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇലക്കറികൾ പതിവായിട്ട് കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ എള്ള് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, അതായത് എള്ള് നമ്മൾ 1/2 ടീസ്പൂൺ എള്ള് കഴിക്കുന്നതും ഒക്കെ ഈ സമയത്ത് ഫൈറ്റോ ഈസ്ട്രോജൻ ബോഡിയിൽ വർദ്ധിപ്പിക്കുന്നതും തവിട് അടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഈസ്ട്രോജൻ ലെവല് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ദിവസവും നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ 3.5 ലിറ്റർ വെള്ളം എങ്കിലും മിനിമം നമ്മൾ കുടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള വ്യായാമവും വൈറ്റമിൻ ഡിയുടെ ടെസ്റ്റും നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ചെയ്ത് നോക്കുക. അതിലൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് പരിഹരിക്കുകയും അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാലും നമ്മൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനും മാക്സിമം നമ്മുടെ ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു സ്ത്രീക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരോടൊപ്പം നിൽക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ പരാതിയോ പരിഭവോ ഉണ്ടെങ്കിൽ ഒന്ന് കൂടെ ഇരുന്ന് കേൾക്കാനും ആ കാര്യത്തിന് സൊല്യൂഷൻ ഇല്ലെങ്കിലും ഒരു പക്ഷേ നമുക്ക് അവർക്കൊന്ന് ആശ്വസിപ്പിക്കാനും അവരെ ഒന്ന് സഹായിക്കാനും മാനസികമായിട്ട് വീട്ടിലുള്ള എല്ലാവരും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനും ഒക്കെയുള്ള ഒരു മെൻറ്റാലിറ്റി കൊണ്ടുവന്നാൽ തന്നെ ഏകദേശം 50% അവർക്കുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവരുമായിട്ട് തുറന്ന സംസാരങ്ങളും അതുപോലെ തന്നെ നമുക്കുള്ള റിലേറ്റീവ്സിൻ്റെ വീടുകളിലേക്ക് പോകാനോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫങ്ഷൻസിലൊക്കെ പങ്കെടുക്കുകയോ അങ്ങനെ പൊതുജനങ്ങളുമായിട്ടോ നമ്മുടെ റിലേറ്റീവ്സുമായിട്ടോ ഒക്കെ നമുക്കൊന്ന് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും അത്യാവശ്യം ഒന്ന് വ്യായാമം ചെയ്യുവാനും ഒക്കെ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും നമ്മുടെ ബോഡിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഒക്കെ വളരെയേറെ സഹായിക്കും എന്നുകൂടി പറയുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരുപാട് പേർക്ക് സംശയങ്ങളും ഒരുപാട് പേർക്കും തുറന്ന് പറയാൻ കഴിയാത്തതും ഒക്കെ ആയതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ മുകളിൽ കാണുന്ന വാട്സാപ്പിന്റെ നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലോ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.